മുട്ടിലിഴയുന്ന മെറ്റയെ കണ്ടോ മക്കളെ? അമേരിക്കയിൽ AC റൂമിലിരുന്ന് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന്റെ പേരിൽ ലോകം മുഴുവൻ മര്യാദ പഠിപ്പിക്കാൻ നടന്നവനെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ വിളിപ്പിച്ച് വലിച്ചു കീറി അടുപ്പത്ത് വെച്ചു. ഓർക്കുന്നോ? ഇതേ സായിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ ഒരു രാത്രി കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് പൂട്ടി പുറത്താക്കിയത്. അതേ ധാർഷ്ട്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ FB പോസ്റ്റിൽ കൈവച്ച് കളിച്ചു. അവന്റെ കൈപൊള്ളിയ കാഴ്ചയാണിത്. അവന് മനസ്സിലായില്ല ഇത് 2014 മുൻപത്തെ ഇന്ത്യ അല്ലെന്ന്. ഇത് ചോദ്യം ചെയ്യുന്ന മുട്ടുമടക്കാത്ത പുതിയ ഇന്ത്യ ആണെന്ന്. ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയപ്പോ മെറ്റയെ മുഖത്തടിച്ചു. ഗ്ലിച്ച് അല്ല, നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന്. പാർലമെന്ററി IT പാനൽ ആഗോള തലവന്മാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് വാതിലടച്ച് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ചരിത്രത്തിലാദ്യമായി സർക്കർബർഗ് എഴുന്നേറ്റ് നിന്ന് മാപ്പ് പറഞ്ഞത്. ഈ മാപ്പിന് പിന്നിൽ 7 അടി വീതം വെച്ചുള്ള 7 അടികളുണ്ട്. അത് അറിയണം. 1. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് പൂട്ടിയ ധിക്കാരം. നീറ്റ് പേപ്പർ ലീക്കിനെതിരെ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ച പോസ്റ്റാണ് ഇവന്മാർ റെസ്ട്രിക്ട് ചെയ്തത്. 140 കോടി ജനങ്ങളുടെ നേതാവിന് ശബ്ദം സായിപ്പിന്റെ ഒരു അൽഗോരിതം തീരുമാനിക്കുമോ? ഇന്ത്യയുടെ പരമാധികാരത്തിൽ കൈവച്ചാൽ കൈവെട്ടുമെന്ന് സർക്കാർ താക്കീത് കൊടുത്തു. ഇവന്മാർ സ്ഥിരം ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ സമാധാന മതക്കാരന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ, അർബൻ നെക്സലൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന ഇൻഡാസ് കാണിച്ച് ആ പോസ്റ്റ് നീക്കും. കൂടാതെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ്. 2. സേഫ് ഹാർബർ എന്ന ഓലക്കുട പോയി. ഇതുവരെ ഞങ്ങൾ വെറും പ്ലാറ്റ്ഫോമാണ്, ആളുകൾ എന്തിട്ടാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നായിരുന്നു ഡയലോഗ്. സർക്കാർ പറഞ്ഞു നാടകം നിർത്തണം. നീ അൽഗോരിതം വെച്ച് ആര് എന്ത് കാണണം, ഏത് വാർത്ത പൊങ്ങണം, ഏത് താഴണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നീ ഇടനിലക്കാരനല്ല, നീ തന്നെയാണ് പ്രസാധകൻ. ഇനി മുതൽ ഇന്ത്യൻ IT നിയമപ്രകാരം സേഫ് ഹാർബർ പരിരക്ഷയില്ല. ഇനി ഒരു കലാപാഹ്വാനമോ ഒരു സീസാം വീഡിയോയോ വന്നാൽ സർക്കർബർഗ് നേരിട്ട് ജയിലിൽ പോകും. 3. കാശ് വാങ്ങി രാജ്യദ്രോഹം ബൂസ്റ്റ് ചെയ്യൽ. ഇതാണ് ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ. പ്രത്യേകതരം രാഷ്ട്രീയ വിരുദ്ധ വാർത്തകൾക്കും ഇന്ത്യ വിരുദ്ധ കണ്ടന്റിനും കോടികൾ വാങ്ങി ബൂസ്റ്റ് കൊടുത്തു എന്ന് മെറ്റ യോഗത്തിൽ സമ്മതിച്ചു. അൽഗോരിതം പക്ഷപാതമുണ്ടെന്ന് ഖേദം പ്രകടിപ്പിച്ചു. അതായത് ആരാണ് കാശ് കൊടുത്തത്, ആരുടെ അജണ്ടയാണ് ഇവിടെ പണം കൊടുത്ത് ഓടിച്ചത്. 4. കുഞ്ഞുങ്ങളെ വിറ്റു. BBC അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ പരസ്യമായി പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യങ്ങൾ. ഇത് തടയാൻ ഒന്നും ചെയ്തില്ല. ഇതിന്റെ പേരിലാണ് സീസാമിന്റെ പേരിൽ മാപ്പ് പറഞ്ഞത്. 5. ഡീപ് ഫേക്ക് കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം. മോദിയുടെയും മറ്റു നേതാക്കളുടെയും AI വ്യാജ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു. ഒരു നടപടിയും എടുത്തില്ല. ഇത് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് സർക്കാർ മുഖത്തടിച്ചു പറഞ്ഞു. 6. ഡാറ്റ കോളനൈസേഷൻ അവസാനിക്കുന്നു. നമ്മുടെ ഡേറ്റ എടുത്ത് നമ്മുടെ നാട്ടിൽ കാശാക്കി നമ്മുടെ തന്നെ പഠിപ്പിക്കാനുള്ള കോളനിയൽ മനോഭാവം. ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിക്കണം, അമേരിക്കൻ നിയമമല്ല എന്ന് ആദ്യമായി ഒരു സർക്കാർ തലയിലടിച്ച് പറഞ്ഞു കൊടുത്തു. 7. മാപ്പ് പറഞ്ഞാൽ തീരില്ല. ഈ മാപ്പ് വെറും തുടക്കമാണ്. സർക്കാർ ഇനി പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷയിലും കണ്ടന്റ് നിയന്ത്രണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റ് പൂട്ടുന്നതിന് മുൻപ് സായിപ്പ് 100 വട്ടം ആലോചിക്കും. ഇന്നലെ വരെ ഫേസ്ബുക്ക് ഇന്ത്യക്കാരെ പഠിപ്പിച്ചു, ഇന്ന് ഇന്ത്യ ഫേസ്ബുക്കിനെ പഠിപ്പിച്ചു. ഇതാണ് 56 ഇഞ്ച്. അതിന്റെ പേരാണ് നരേന്ദ്രമോദി.